ഞാൻ നിന്നെ പൊട്ടിക്കാം. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി വ്ലോഗ്. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു പെട്ട് പാക്ക് ചെയ്യാൻ പോകുന്ന യാത്രയാണിത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ നമ്മുടെ KSRTC പോകുന്ന യാത്രയായിരുന്നു. ഞാൻ തന്നെ പല ആംഗിളിൽ എനിക്ക് വേണ്ടി തന്നെ വീഡിയോ എടുക്കുന്ന ഒരു പ്രഹസനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താ ചൂടല്ലേ പുറത്ത്. പിന്നെ പോകുന്ന വഴിക്ക് അത്ര ദാഹിച്ചു. ഞാനൊരു ലൈം കുടിച്ചതിന് ശേഷം ഞാൻ പയ്യെ അവിടെ നിന്ന് നമ്മുടെ മെട്രോ കയറി. ആക്ച്വലി അവിടെ ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുക. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പെട്ടി പാക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പൊ ഗൈസ് കണ്ടിട്ട് വരും. ഹായ് ഗൈസ്, ഇന്നൊരു പെട്ടി പാക്ക് ചെയ്യൽ വീഡിയോ ആണ്. വേറെ ആരുമല്ല, എൻ്റെ ചേച്ചി തിരിച്ച് ലണ്ടനിലേക്ക് പോവാണ്. സോ ഇന്നൊരു പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങളോർക്കും 2-3 പെട്ടി 45 കിലോ. നോ ഗൈസ്, ആദ്യമായിട്ടായിരിക്കും ലണ്ടനിൽ പോകുന്നതാണ് ബാഗ്. ഇത്ര ഉള്ളൂ പാക്ക് ചെയ്യാൻ. ഇതാണ് ഞങ്ങൾ ഇന്നൊരു ആഡംബരമായി പാക്ക് ചെയ്യാൻ പോകുന്നത്. അനിയത്തി എന്നല്ല ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി കാണാം. വളരെ നാടകീയം. നമ്മള് പാക്ക് ചെയ്യാണ്. ഒന്നുമില്ല ഗൈസ്, പാക്ക് ചെയ്യാൻ 2-3 ഡ്രസ്സേ ഉള്ളൂ. ഒന്നും കൊണ്ടുപോകാനില്ല. ബിക്കോസ് ഇവിടെയുള്ള എല്ലാം അവിടെ കിട്ടുമെന്ന്, ഇവിടത്തേക്കാൾ ലാഭമാണ്. വില വെച്ച് നോക്കുമ്പോൾ ഇവിടത്തേക്കാളും ലാഭമാണ് അവിടെ. സോ നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. ശരിക്കും ഞാനെന്താ നിൽക്കുന്നത് അറിയോ? മറ്റേ വേസ്റ്റുള്ള തുണിയൊക്കെ ശേഖരിക്കാൻ നിൽക്കുന്ന ഹരിതകർമ്മസേനയാണ്. വീട്ടിലെ ഹരിതകർമ്മസേന ഞാൻ. വലിയ വ്ളോഗൊന്നുമല്ല, പക്ഷെ എനിക്കറിയത്തില്ല ലണ്ടനിലൊക്കെ പോകുന്ന ആൾക്കാർ ഞാൻ സാറ് കൊണ്ടുവന്ന പെട്ടി ഇത് തിരിച്ചു കൊണ്ടുപോകാനുള്ള പെട്ടി ഇതുമാണ്. വാവ്, ഞാൻ നിന്നെ പൊട്ടിക്കാം. ശരിക്കും ആദ്യമായിട്ടോ അല്ലേ ഒരാളിങ്ങനെ നീ കുഞ്ഞു പെട്ടി 2 ഡ്രസ്സ് മാത്രം. ലോകത്തിന് ആദ്യമായിട്ടാവും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടല്ല. ചേച്ചി കുറച്ച് ട്യൂഷനാണ് പോവുകയാണ്. മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ കാര്യമില്ല ഗൈസ്. അങ്ങനെ അക്ഷമരായി കാത്തിരുന്ന് കിട്ടി കിട്ടി ഞാനിവിടെ വേറൊരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാറേ മറ്റത് കൊച്ചച്ച എന്തൊരു ഞാനൊരു മീൻ എല്ലാ മോനെ പിടിക്കാന് ഞാനും മീൻ കൂട്ടാണ്. അങ്ങനെ പെട്ടി പാക്ക് ചെയ്യുന്നത് പ്രകൃതിയെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ കുറെ റീലൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു. ചുമ്മാ ഒരു റീലൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കളിച്ചിറങ്ങി. നമ്മളിപ്പോൾ തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടി പോവുക കാറിൽ. ആള് നല്ല ടെൻഷനല്ല, ഡോക്യുമെന്റ് എല്ലാം ഉണ്ടോ, അതേപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഈവനിങ്ങിൽ സൺസെറ്റിന്റെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ചേച്ചി ഇതാ തിരിച്ച് UK പോകുന്നു. അമ്മയും ചേച്ചിയുടെ മദറിൻലോയും കൂടെ ടാറ്റ പറയുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും അപ്പുറത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേച്ചീനൊക്കെ ആക്കി തിരിച്ചതാ വീട്ടിലേക്ക് പോകാം. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.